അപ്പോൾ ഇത്രയും യൂറോപ്യൻ കൺട്രീസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് മാൾട്ട തന്നെ ചൂസ് ചെയ്തത്? യൂറോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. ബേസിക്കലി അതൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയാണ്. ഓക്കെ. ബാക്കി എല്ലാ സ്ഥലത്തും ലോക്കൽ ലാംഗ്വേജ് ആവശ്യമുണ്ട്. ഇവിടെ 90% ഓഫ് ദ പോപ്പുലേഷൻ സ്പീക്സ് ഇംഗ്ലീഷ്. മാൾട്ട നല്ലതല്ല, മാൾട്ടയിൽ പോയാൽ രക്ഷപ്പെടില്ല, അങ്ങനെ എന്തെങ്കിലും ടോക്സ് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. മാൾട്ടയിൽ 2020 തോന്നുന്നു ഇക്കാൻ്റെ മകൻ പോയിട്ടുള്ളത്. 2023 സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുന്നു. TRP കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാൾട്ടയിൽ ഒരു വിസ 3 മാസമാണ് നമുക്ക് വിസ ഇഷ്യൂ ചെയ്ത് കിട്ടുക. എല്ലാ യൂറോപ്യൻ കൺട്രിയും 3 മാസത്തെ ഷോർട്ട് ടൈം വിസയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഈ 3 മാസത്തെ വിസ അവിടെ എടുത്തിട്ട് നമ്മൾ അവിടെ എത്തിയിട്ട് TRP കാർഡിന് അപ്ലൈ ചെയ്യണം. TRP കാർഡ് കിട്ടിയ ആ കാർഡ് ആണ് നമുക്ക് വാലിഡ്, അവിടെ നിൽക്കാനുള്ള പെർമിറ്റ്. ആ പെർമിറ്റ് കിട്ടിയെങ്കിൽ മാത്രമാണ് ഇവർക്കൊരു പാർട്ട് ടൈം ജോബിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. മുന്നേ 1 മാസം കൊണ്ട് കിട്ടിയിരുന്നത് ഇപ്പോൾ 3 മാസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 മാസം ഇവരുടെ ലിവിങ് എക്സ്പെൻസ് അവർ കയ്യിൽ കരുതണം. അല്ലാതെ ഇല്ലീഗലായിട്ട് ഒരു സ്റ്റുഡൻറ്റ് മാൾട്ടയിൽ വർക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ഡീപ്പോർട്ടാണ്. മാൾട്ട ഓവർ പോപ്പുലേറ്റഡ് ആയി. മാൾട്ടയിൽ ഇനി നമുക്ക് അൺസ്കിൽഡ് ജോബ്സിന് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഓൺലി സ്കിൽഡ് ജോബ്സ്.